എന്തുകൊണ്ടാണ് സ്ത്രീകളിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നത്? അത് പാരമ്പര്യമായിട്ട് ഉണ്ടാകുന്നതാണോ? സ്ത്രീകളിൽ ഫൈബ്രോയിഡ് ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. വളരെ കൃത്യമായി ഇന്ന കാരണം കൊണ്ടാണ് ഫൈബ്രോയിഡ് ഉണ്ടാകുന്നതെന്ന് ഇതുവരെ മെഡിക്കൽ സയൻസിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പല കാരണങ്ങളിൽ ഒന്നാവാം എന്ന് മാത്രമേ ഉള്ളൂ. അതിലൊരു പ്രധാന കാരണം സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ് ആണ്. പ്രായത്തിനനുസരിച്ച് ചില സ്ത്രീകളിൽ ഹോർമോൺ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അതൊക്കെ ഫൈബ്രോയിഡിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ തീർത്തും ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഇത് വന്നത് എന്ന് നമുക്ക് 100% പറയാനും പറ്റില്ല. പക്ഷേ അതിൻ്റെ ഹോർമോൺ ചേഞ്ചസ് ഇതിൻ്റെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതുപോലെ തന്നെ വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ യൂട്രസിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ചിലപ്പോൾ യൂട്രസ് ചെരിഞ്ഞും പുറകോട്ട് വളഞ്ഞുമൊക്കെ ഇരിക്കുന്ന യൂട്രസുകളിലാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഫൈബ്രോയിഡ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പിന്നെ ഈ ഫൈബ്രോയിഡ് ഉണ്ടാവുന്നതിൻ്റെ ഒരു കാരണമായിട്ട് പാരമ്പര്യം വരാമോ എന്നല്ലേ താങ്കളുടെ ചോദ്യം. അതിന് കൃത്യമായിട്ടൊരു മറുപടി ഇന്ന് ഇല്ല, മെഡിക്കൽ സയൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾ പലപ്പോഴും രോഗികൾ കാണുന്നത് അമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, അമ്മമ്മയ്ക്ക് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, എനിക്ക് ഫൈബ്രോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരെ കാണാറുണ്ട്. ഇത് നമുക്ക് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയിലൂടെ മാത്രമേ ഫൈബ്രോയിഡ് പാരമ്പര്യം കൊണ്ട് വന്നതാണോ അതോ വേറെ കാരണങ്ങൾ കൊണ്ട് ഈ 3 പേർക്ക് വന്നതാണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്നത്തെ സയൻറ്റിഫിക് എവിഡൻസ് വെച്ചിട്ട് ഫൈബ്രോയിഡിന് ഒരു പാരമ്പര്യം എന്നുള്ളൊരു ഘടകം വളരെ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടില്ല.